ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് ഒരാൾ തന്ന ചലഞ്ച് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇസ്രായേലിലെ സാൻഡ്വിച്ചിന്റെ റെസിപ്പീസ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അതിനനുസരിച്ചിട്ട് 3 വെറൈറ്റി റെസിപ്പീസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ 3 സാൻഡ്വിച്ചിന്റെ റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്, കളർഫുൾ ആണ്, കാണാൻ നല്ല രസമാണ്, ഭംഗിയാണ്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഇനിയിപ്പോ എങ്ങനെയാണ് അത് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പൊ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. സ്പർഗേത്തി എന്ന് പറയുന്ന ഒരു സാധനമാണ് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് എടുത്തു വെച്ചേക്കുന്നത്. നീളത്തിൽ കാണുന്നുണ്ടോ? നല്ല നീളമാണത്. ഞാൻ വിചാരിച്ചത് ഒരു അരക്കൈയൊക്കെ ഉണ്ടാകത്തുള്ളൂ. നോക്കിയപ്പോൾ ഒരു കൈയുടെ അത്രയും വലിപ്പമുള്ള സ്പർഗേത്തിയാണ് ആ നീളത്തിൽ ബന്നിന്റെ പോലെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോ ഞാൻ തന്നെ ഉണ്ടാക്കിയ ടൊമാറ്റോ സോസാണിത്. അതിന്റെ റെസിപ്പി വേണമെന്നുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചാനലിൽ അത് അപ്ലോഡ് ചെയ്യാം. അപ്പൊ നമ്മൾ 3 വെറൈറ്റി ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനായിട്ടാണ് ഇത്രയും സാധനങ്ങൾ ഓരോരോ സാധനങ്ങളായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോ ഇന്ന് ഉണ്ടാക്കാൻ പോണത് സ്നേറ്റ്സൽ വെച്ചിട്ട് വെച്ചാൽ ചിക്കൻ്റെ അത് വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്, വെജിറ്റബിൾസിന്റെ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ടൂണ വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച സാധനങ്ങളെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്ത് ഞാൻ സാലഡായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൽ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ശേഷം നമുക്ക് അതിലേക്ക് മയോണസ് കൂടെ ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളവര് ഹുമൂസ് ചേർക്കും. അപ്പൊ നമ്മൾ ഹുമൂസ് ഇവിടെ ചേർക്കുന്നില്ല, അതിന് പകരമായിട്ടാണ് നമ്മൾ മയോണസ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൊമാറ്റോ സോസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ടൊമാറ്റോ സോസിൽ പുളിപ്പ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ അതിൽ കുറച്ച് എരിവും കൂടെ ചേർത്തിട്ടാണ് ഞാനത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ ടൊമാറ്റോ സോസ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പൊ നമുക്ക് ആവശ്യത്തിന് എരിവോടുകൂടി ഇട്ട് കഴിക്കാം. അപ്പൊ നമുക്ക് എരിവ് ഇഷ്ടമുള്ളവർക്ക്, ഇല്ലാത്തവർക്ക് വെറും സോസ് മാത്രം യൂസ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ഞാൻ ആ സ്പർഗേത്തി 3 കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ 3 ആക്കി മുറിച്ച് നടുകെ കീറി നന്നായിട്ട് പിളർത്തി വെച്ചിട്ടുണ്ട്. മുറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിങ്ങനെ നടുകിൽ കീറുമ്പോൾ മുറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇതെല്ലാം കൂടെ നിറയ്ക്കുമ്പോഴത്തേക്കും രണ്ട് ഭാഗത്താകരുത്. അപ്പൊ ഇങ്ങനെ ഞാൻ പിളർത്തി വെച്ചിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് മയോണസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മയോണസ് ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എല്ലാത്തിലും ഞാൻ സ്പ്രെഡാക്കി അതിനുശേഷം ഞാൻ സോസ് ഇല്ലേ, ടൊമാറ്റോ സോസ്, അത് അതിലിട്ട് മയോണസിന്റെ പുറത്തൂടെ ആക്കിയിട്ടു. അതിനുശേഷം ഞാൻ ഫസ്റ്റ് തയ്യാറാക്കിയത് വെജിറ്റബിൾസിന്റെ സാൻഡ്വിച്ചാണ് കേട്ടോ. ഇത് ഞാനിപ്പോ കാണിക്കുന്നത് വെജിറ്റബിൾസിന്റെ സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സ്റ്റാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യുന്നുള്ളത് കാണിക്കാറുണ്ട്. അപ്പൊ നമുക്ക് തോന്നുന്ന ഒരു സ്റ്റൈലില് നമ്മളത് ഫില്ല് ചെയ്തിട്ട് എടുക്കാം. രണ്ടാമത് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് ടൂണ കൊണ്ട് ഉണ്ടാക്കിയ സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പൊ നമ്മളത് ഒരു സാൻഡ്വിച്ച് ഒക്കെ മേടിക്കുമ്പോൾ ഒരു 20-25 ഷെക്കൽ ഓരോരോ ഐറ്റംസ് നിറയ്ക്കുന്നതിനനുസരിച്ച് റേറ്റിന് വ്യത്യാസം വരും ഇവിടെ കേട്ടോ. ഇപ്പൊ എല്ലാവരും ഇവിടെ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ ഇത് ഒരെണ്ണം മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ വയറ് നന്നായിട്ട് നിറയും. അപ്പോൾ ഒരു 20-25 ഷെക്കൽ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇവിടെ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ വാങ്ങി കഴിക്കാറ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് സ്നിറ്റ്സൽ വെച്ചിട്ടുള്ളതാണ്. സ്നിറ്റ്സൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓഫാണ് കേട്ടോ. ഓഫ് എന്ന് പറയുമ്പോൾ ഇവിടെ ചിക്കനാണ് കേട്ടോ. ചിക്കനാണ് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് വറുത്തെടുത്തതാണ് അതിനകത്ത് വച്ചിട്ട് ഫില്ലിങ്സ് ആയിട്ട് നമ്മൾ വെജിറ്റബിൾസ്, സാലഡ് എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 3 തരം സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്പർഗേത്തി ആണ് ഇവിടെ പേര് വേറെയാണ്. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നേ ഉള്ളൂ. അപ്പൊ ഞാനതൊരു പ്ലേറ്റിലേക്ക് വെച്ചപ്പോൾ അത് ഒരുപാട് നിറഞ്ഞു പോയി. അപ്പൊ ഞാനത് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പൊ ഇത് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് ഞാൻ അലങ്കരിച്ചതാണ്. പിന്നെ ബാക്കി കുറച്ച് സോസും കൂടെ അതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വേണമെങ്കിൽ ടിപ്പ് ചെയ്തിട്ട് കഴിക്കാം. പിന്നെ കുറച്ച് സവാള,
ക്യാപ്സിക്കം, വെള്ളരിക്ക, തക്കാളി ഇതൊക്കെയാണ് വെച്ചിട്ട് അലങ്കരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാനിത് എല്ലാം ഒരു പ്ലേറ്റിൽ വെച്ചപ്പോൾ ഒരുപാട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാരണം കാണാനും അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ 2 പ്ലേറ്റിലാക്കിയിട്ട് വെച്ചത് കേട്ടോ. അപ്പൊ എനിക്ക് ചാലഞ്ച് തന്ന ചാനലിന്റെ പേര് ഗാലക്സി ക്രാഫ്റ്റ് എന്നാണ് കേട്ടോ. ആ ചാനൽ ഇഷ്ടമുള്ളവര് തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് വിസിറ്റ് ചെയ്യുക. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളതും നല്ല ഐഡിയാപരമായിട്ടുള്ള ക്രാഫ്റ്റ് ഐഡിയാസ് ആണ് അതിലുള്ളത്. ആള് നല്ല നല്ല വീഡിയോസ് ഒക്കെ അതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ക്രാഫ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അത് ആ ഒരു ചാനൽ കണ്ടിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ ആള് തന്ന ചലഞ്ചാണ് ഞാനിവിടെ ഭംഗിയാക്കി പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ആൾക്ക് ഞാൻ അത് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടു. സോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതിനായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയും നേരം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് വാച്ച് ചെയ്തതിന്